ഇന്ന് ഇടിച്ചക്ക ഉപ്പേരിയാണ് കാണിക്കുന്നത്. ചേച്ചി ഉണ്ടാക്കിയതാണ്. ഓക്കെ, കടുകും തേങ്ങയും ഒക്കെ പൊട്ടിച്ചത് നല്ല ഇടിച്ചക്ക ഉപ്പേരി. കഴിച്ചോട്ടെ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമ്മൾ ആ പ്ലാവൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ ഇടിച്ചക്ക ഉപ്പേരി വെച്ച പ്ലാവാണ്. നല്ല നല്ല ഭംഗിയ ചക്കയുടെ ഷേപ്പ് തന്നെ കാണാം അല്ലേ. ഞാനിത് വിയറ്റ്നാമിൽ അങ്ങനെയാണെന്ന് വിചാരിച്ചത്, പക്ഷെ അതല്ല. ഇത് അവർ മണ്ണുത്തിന്ന് വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ അവർക്കും അതിൻ്റെ പേരൊന്നും അറിയില്ല. ഒരു 10 കൊല്ലത്തിൽ മേലെയായി. അപ്പോൾ അന്നൊന്നും ഈ ആയുർജാക്കൊന്നും അത്ര പ്രചാരത്തിലില്ല. അപ്പം ചിലത് വാടി വീഴുന്നുണ്ട്, എന്താണെന്നറിയില്ല. 2 വാടി വീണ് കിടക്കുന്നുണ്ട്. ഇതുമ്മലും ഒരുവിധം എല്ലാ സീസണിലും, ഓൾ സീസണിൽ തന്നെ പറയാം കേട്ടോ, ചക്ക ഉണ്ടാവാറുണ്ട്. നല്ല മധുരം, ആയുർജാക്കിനേക്കാളും മധുരിച്ചിട്ട് നമുക്ക് തിന്നാൻ പറ്റും. അത്ര മധുരമാവും കേട്ടോ അത്. ചക്ക അങ്ങനെ തുരുതുരാന്നെ പിടിച്ചാണ്. അതിൻ്റെ ഷേപ്പ് കാണാൻ നല്ല ഭംഗി. ഒക്കെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണ പ്ലാവ് ഇതേട്ടോ. നല്ല വലിയ പന്തലിച്ച പ്ലാവ്. അതായത് നമുക്ക് തണൽമരം പോലെ സ്ഥലം ഉണ്ടെങ്കിൽ പറ്റും. പന്തലിച്ച പോലെ ഉണ്ടായാണ്. പ്ലാവിൻ്റെ വലിപ്പം നമുക്ക് കണ്ടാൽ അറിയാം. താഴത്ത് ഇങ്ങനെ മുട്ടിയിട്ടാണ് പ്ലാവും ചക്കയൊക്കെ ഉണ്ടാവുക. അത്ര വലിപ്പമാണ്. മുകളിലും ഉണ്ട് കേട്ടോ ചക്ക. അപ്പം അത്യാവശ്യം ഒരു സ്ഥലം വേണം ഈ ഒരു ടൈപ്പ് പ്ലാവ്. എനിക്കിതിൻ്റെ പേരറിയില്ല. അവർക്ക് ചോദിച്ചപ്പോൾ വലിയ പിടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ആയുർജാക്കിൻ്റെ ഗുണത്തിലാണ്. പക്ഷെ അത് കുറേ വർഷമായതുകൊണ്ട് അങ്ങനെ വരാനുള്ളൊരു സാധ്യത ഇല്ല. ഞാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഈ ചക്കയും അടിപൊളിയല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.